ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൻ്റെ സമയം നോക്കിയപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം മനസ്സിലാക്കിയത് കേട്ടോ. എന്നും 5:08 വരുന്ന ബസ് ഇന്ന് വരുന്നത് 5:20 ഇത്രയും സമയം വെറുതെ ഇവിടെ ഇരിക്കണം എന്നാൽ ആലോചിച്ച് ഞാൻ എന്തായാലും ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് നടന്നു. നടന്നപ്പോഴാണല്ലോ റോഡിക്ക് ഭയങ്കര ശൂന്യമായി കിടക്കുന്നു, വണ്ടികളൊന്നുമില്ല. സ്വതവേ ഈ ടൈമിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ചീറി പാഞ്ഞ് പോകാറുണ്ട്. ഇന്ന് എന്താണാവോ എന്നറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബസ് നമ്പർ 50 വന്നു. എൻ്റെ ബസ്സിൻ്റെ നമ്പർ 50 ബസ് നേരത്തെ വന്നോന്ന് വിചാരിച്ചിട്ട് ഞാൻ ബസ്സിൽ ചാടി കയറി പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ ബസ് നമ്പർ 50 ആണെങ്കിലും പോകുന്നത് ബിസിനസ് ബേയിലേക്കാണ്. വേഗം തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി വീണ്ടും സ്റ്റോപ്പിൽ തന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഇൻ്റർനാഷണൽ സിറ്റിക്കുള്ള ബസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞു നിന്നപ്പോഴാണല്ലോ എൻ്റെ ബസ് വന്നു, 50 വന്നു ഇൻ്റർനാഷണൽ സിറ്റിക്ക്. സ്വതവേ എൻ്റെ ബസ്സിൻ്റെ കളർ റെഡ് കളറാണ് കേട്ടോ. ഇന്നെന്താ ബ്ലൂ കളർ വന്നത്? ഇന്ന് എല്ലാത്തിനും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അറിയില്ല. അങ്ങനെ ഇൻ്റർനാഷണൽ സിറ്റി എത്തി. ഈ ബസ്സിലത്തെ ആൾക്കാരാണ് കേട്ടോ ഈ ഫുള്ള് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നത്. ഇക്കണ്ട ആൾക്കാർ ഇൻ്റർനാഷണൽ സിറ്റിയിൽ ഫ്രാൻസ് ക്ലാസ്സിൽ താമസിക്കുന്നുണ്ടോയെന്ന് ഞാൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു പോയിട്ടോ. അങ്ങനെ റോഡിലേക്കും ക്രോസ് ചെയ്ത് ഇങ്ങനെ പതുക്കെ ഒരു മ്യൂസിക്കും വെച്ച് കേട്ട് ഞാൻ അങ്ങനെ എൻ്റെ റൂമിലേക്ക് പോവാണ്. ഇനി ഒരു 10 മിനിറ്റ് റൂമിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൻ്റെ ചിന്ത ഫുള്ള് ഇനി പോയിട്ട് ഇനി അടുക്കളയിൽ കയറണം, കുക്കിംഗ് ചെയ്യണം, ഉണ്ണികളെ പഠിപ്പിക്കാനുണ്ട്, വീട് ക്ലീൻ ആക്കാനുണ്ട്, ഇങ്ങനത്തെ ഓരോ ചിന്തകളും വെച്ചിട്ടാണ് കേട്ടോ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് പോണത്. ഉണ്ണികൾക്ക് ഹാഫ് ഇയർ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡേ കെയറിൽ നിന്ന് ചേട്ടൻ ഉണ്ണികളെടുത്തിട്ട് നേരത്തെ തന്നെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴാണ് നല്ല വിശന്നിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയപ്പോഴാണ് പ്രതീക്ഷിക്കാണ്ട് ചേട്ടൻ ദീപാവലി സ്വീറ്റ്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പേടിയും അങ്ങനത്തെ ലഡു പോലത്തെ സാധനങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നല്ല ആകാംക്ഷയോടെ തുറന്നു നോക്കി. അതിൽ നിന്ന് 1-2 ചേട്ടനും ഉണ്ണികളിലേക്ക് എടുത്ത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാൻ കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. അത് സ്വീറ്റ്സ് മാത്രമുള്ള ഒരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത് വായിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്നു, പേടിക്കും. ഇപ്പം ഞാൻ കഴിക്കുന്ന സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ കുറേ നട്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ ഔലോസ് പൊടിയുടെ ഉണ്ടല്ലോ, അതിൽ കുറേ നട്ട്സ് കിട്ടിയിരിക്കണ കുറച്ച് ചെറിയൊരു മധുരയ്ക്കുള്ള പോലെയാണ് തോന്നിയത്. രണ്ടാമത് ഞാനെടുത്തത് പേടയായിരുന്നു കേട്ടോ. പേട ഒരു രക്ഷയില്ല, വായിലിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് അലിഞ്ഞു പോവായിരുന്നു. ഞാൻ നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെയും കഴിക്കണത്. അപ്പം അത്രയുള്ള വിശേഷങ്ങൾ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ദീപാവലി.